ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനും അതുപോലെ തന്നെയില്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ആക്കാൻ വേണ്ടിക്ക്, വർക്കൗട്ടും കാര്യങ്ങളും ഷെയർ ആക്കാൻ വേണ്ടിക്ക്. അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഞാൻ വേഗം തന്നെ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കാര്യം ഉച്ചക്കേക്കുള്ള ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഉച്ചക്കുള്ള ചോറും കൂടി റെഡിയാക്കിയിട്ടാണ് ഞാനിപ്പം ജിമ്മിന് പോലുണ്ട്. അങ്ങനെ അപ്പം അത് രാവിലെ തന്നെ വേഗം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ജിമ്മിന് പോയിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും 1 മണിയാവും. അപ്പോൾ ഉച്ചക്ക് വേഗം ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിലക്ക് വന്നതാണ്. പിന്നെ ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കലുണ്ട്. എൻ്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. മീൽ പ്രിപ്പ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഷെയർ ആക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാലേ ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് വേഗം ഐറ്റംസ് എല്ലാം എടുത്ത് കുക്ക് ചെയ്താൽ മാത്രം മതി. ഇന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഐറ്റംസ് ഞാൻ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. ഇന്ന് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ദിവസത്തേതാണ് ഞാൻ റെഡിയാക്കി വെക്കൽ. എന്തെല്ലാം അന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിലെങ്ങാനും ഷെയർ ആക്കാം കേട്ടോ. ഇതിപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച വെച്ചതാണ്. പയറുണ്ട്, അതുപോലെ കടല, വെള്ളക്കടല, ചേന കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും പറ്റി വെച്ചിട്ടുണ്ട്, വഴുതന, അങ്ങനത്തെ കുറച്ച് വെജിസും കാര്യങ്ങളും എല്ലാം, ക്യാബേജ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഫ്രിഡ്ജ് ഓപ്പൺ ആക്കിയാലും ഇതെല്ലാം കണ്ടേരം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ആക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷെയർ ആക്കാം. അങ്ങനെ ഞാൻ എല്ലാ ഐറ്റംസും ഉണ്ടാക്കേണ്ടതെന്നുള്ള ഐറ്റംസ് എല്ലാം അങ്ങനെ എടുത്തു വെക്കലാണ്. ഞാൻ ചാനൽ ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഉപ്പും മുളകെല്ലാം പറ്റി വെക്കലുണ്ട്. ഭയങ്കര യൂസ്ഫുള്ളാണ്. വേഗം എടുത്ത് ഫ്രൈ ആക്കുക. പരിപ്പറിയെല്ലാം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 കളർ ക്യാബേജ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് നല്ലതാണ്. കുട്ടികളിൽ സലാഡെല്ലാം കഴിക്കുമ്പം നല്ല അടിപൊളി സലാഡ് ഉണ്ടാക്കലുണ്ട് എൻ്റെ മൈസ. ഇൻഷാ അല്ലാഹ് ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാൻ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓറ് വിശക്കുമ്പെല്ലാം എടുത്തിട്ട് സലാഡെല്ലാം ഉണ്ടാക്കി കഴിക്കലുണ്ട്. പിന്നില്ലേ ചക്കയില്ലേ പഴുക്കാത്ത ചക്ക, അത് ഇക്കാൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണേ. അതുണ്ട്, അതെല്ലാം ഉണ്ടാക്കണം. അതെല്ലാം അങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മുരിങ്ങ, അതെല്ലാം ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരുത്തുണ്ടേ. ഇനിയിപ്പം ഞാൻ വേഗത്തിൽ തന്നെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളെല്ലാം റെഡിയാക്കലാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ ബീഫ് കറിയും, ബീഫ് തേങ്ങ അരച്ച കറിയും, അതുപോലെ തന്നെ ആ പയർ തോരനാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കക്കിരി വെച്ചിട്ട് ആ തേങ്ങ ഇട്ടിട്ട് മിക്സ് ആക്കുന്ന ഒരു സലാഡില്ലേ, അത് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ബീഫ് ഫ്രൈയും പിന്നെ ചോറും. അങ്ങനെ അപ്പോൾ ഞാനില്ലേ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞേരം തന്നെ വേഗം തന്നെ കിച്ചൺ ക്ലീൻ ആക്കുക. തലേദിവസം രാത്രി തന്നെ ഞാൻ കിച്ചൺ ക്ലീൻ ആക്കും. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഭയങ്കര ക്ലീൻ ആക്കാനൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് പാത്രം കഴുകാനല്ലേ ഉണ്ടാവും. അങ്ങനെ പിന്നെ രാവിലെ തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ചു വെക്കും. ഞാൻ എപ്പോഴും അതെല്ലാം കാണിക്കലുണ്ട്. അപ്പോൾ ഇന്നൊന്നും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഷെയർ ആക്കുന്നതാണ്. നമുക്കില്ലേ തേങ്ങക്കറിക്ക്, ബീഫ് തേങ്ങ അരച്ച കറിക്ക് ഇപ്പം നമ്മളെപ്പോഴും തേങ്ങ അരച്ച കറി വെക്കുമ്പം ഉള്ളിൻ്റെ അളവ് കുറക്കുക. അങ്ങനെ ആകുമ്പോഴേ കൂടുതൽ ഉള്ളിയാകുമ്പം മധുര ഫീലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെയില്ലേ 3-4 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൾബ് വെളുത്തുള്ളിയും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ വെളുത്തുള്ളിയൊന്നും തൊലിച്ച് വെച്ചതുണ്ടായിട്ടില്ല. ഞാൻ സാധാരണ മീൽ പ്രിപ്പ് ചെയ്യുന്ന സമയം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം പേസ്റ്റാക്കി വെക്കലുണ്ട്. അങ്ങനെ ആകുമ്പം ബീഫ് കറി, ചിക്കൻ കറി, എന്ത് കറി ഉണ്ടാക്കുമ്പം ഭയങ്കര ഈസി ആയിരിക്കും. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ മീൽ പ്രിപ്പ് വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ റമദാൻ പ്രിപ്പറേഷൻ വീഡിയോ എന്നെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക. ഒരുപാട് അതുപോലത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തതൊരു മീൽ പ്രിപ്പ് വീഡിയോ ചെയ്യാട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പം എന്നുണ്ടെങ്കിൽ ഞാനൊരു എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, അതുപോലെ തന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ എൻ്റെ ഹെൽത്ത്, എൻ്റെ സ്കിന്ന് കാര്യങ്ങൾ എല്ലാം എനിക്ക് കെയർ ചെയ്യണം. ആദ്യമൊന്നും ഞാനിതിന് ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എനിക്കിപ്പം തോന്നൽ നമ്മളെ കാര്യങ്ങളും കൂടി നമ്മളെ കാര്യത്തിനും കൂടി കുറച്ചുകൂടി മുൻഗണന കൊടുക്കണമെന്നാണ്. അതിന് ഞാൻ വെറും കിച്ചണിൽ തന്നെ ആയിരിക്കും ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് 24 മണിക്കൂറും കിച്ചണിൽ തന്നെ ആയിരിക്കും. എൻ്റെ വീഡിയോസും കാര്യങ്ങളും ഷൂട്ടിങ്ങും കാര്യങ്ങളും ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങി, ബാക്ക് പെയിന്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് മനസ്സിലായി നമ്മളെ കാര്യങ്ങളും കൂടി നോക്കണം. നമ്മൾ വെറും ഫാമിലിക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മളൊന്നും അല്ലാണ്ടായി പോകുമെന്ന് എനിക്ക്
മനസ്സിലായതുകൊണ്ടാണ് പിന്നെ ഞാൻ എൻ്റെ ഹെൽത്തും സ്കിന്നും കാര്യങ്ങളും എല്ലാം കെയർ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, എനിക്ക് ഇഷ്ടമില്ലാത്ത എൻ്റെ ഒരു സ്വഭാവം എന്ന് എൻ്റെ വീട്ടിലത്തെ പണികൾ തെച്ച് ഞാൻ തന്നെ എടുക്കണം, അതുപോലെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം. ഞാൻ വീട്ടു ജോലിക്കൊന്നും ആരെയും വെക്കലില്ല. കാര്യം എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ കഴിയൂല. കാര്യം ആരെങ്കിലും ഞാനിപ്പം വീട്ടു ജോലിക്ക് വെച്ചാൽ തന്നെ അവർ തുടച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ബാക്കിൽ പോയിട്ട് വീണ്ടും ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് തുടക്കും. ഒരു OCDൻ്റെ ആ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിന്. പക്ഷെ എനിക്കിപ്പം മനസ്സിലായത് എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാലേ നമ്മളെ ഹെൽത്ത് ഇല്ലാണ്ടായി പോകും. പിന്നെ നമ്മളുടേതായ പാഷനും കാര്യങ്ങളും നമ്മളെ ഇഷ്ടത്തിനൊന്നും നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും. ഇപ്പം ഹെൽപ്പിനെല്ലാം ആൾക്കാരുണ്ടെങ്കിൽ അത് കൂടുതലും നല്ലതായിരിക്കും. ഇപ്പം എനിക്ക് ഹെൽപ്പിനൊന്നും ആരുമില്ല, എന്നാലും ഞാനിപ്പം ടൈം നല്ലോണം മാനേജ് ചെയ്യാൻ ശീലിച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് ഞാൻ തന്നെ ചെയ്തതിനാലേ എനിക്കൊരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ആരും അങ്ങനെ വെക്കലില്ല. പക്ഷേ വെക്കൽ നല്ലത് തന്നെയാണ്. കാര്യം നമുക്ക് കുറച്ചുകൂടി ടൈം സേവിക്കാൻ പറ്റും. അങ്ങനെ പിന്നെന്താ, എനിപ്പില്ലേ എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ച് പിന്നെ രാത്രി കഴുകി വെച്ച പാത്രം ഉണ്ടാവും, അതെല്ലാം അതത് സ്ഥാനത്ത് എടുത്ത് വെക്കും. അങ്ങനെ കിച്ചണിലെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഡീപ്പ് ക്ലീൻ ചെയ്യുവേ. അങ്ങനെ ആകുമ്പോൾ നല്ല ക്ലീനായിട്ട് ഫ്രഷ് ആയിട്ട് നമ്മുടെ കിച്ചൺ ഉണ്ടാവും. കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങൾ, അതുപോലെ തന്നെ താലുള്ള എന്താ പറയുക, ഈ ബേസിൻ്റെ തലയെല്ലാം നല്ലോണം മോശമാവില്ലേ, ആ ഭാഗങ്ങളെല്ലാം ഒരു 2 ദിവസം കൂടുമ്പം തന്നെ ക്ലീനാക്കി എടുക്കുക, ഡീപ്പായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കുക. അങ്ങനെ പിന്നിൽ ഞാൻ വീട്ടിൽ കൂടലിൻ്റെ സമയം കൊർക്കമാസിൻ്റെ കുറേ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായിനെ. കൊർക്കമാസിൻ്റെ ബ്രാൻഡ് അടിപൊളിയാണ്. ഇപ്പം എന്താ പറയുക, ട്രെൻഡുകൾ ഭയങ്കര സെയിൽ അടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാത്രങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് ഇതുവരെ എന്താ പറയുക ഫോളോ ചെയ്യാത്തൊരു ഫോളോ ആക്കാം കേട്ടോ. ഞാൻ അതിൽ കുറേ ഗിവ് കാര്യങ്ങളെല്ലാം വെക്കുന്നുണ്ട്. പിന്നെ കുറേ വീഡിയോസ് എല്ലാം ഷെയർ ആക്കലുണ്ട്. ഫോളോ ആക്കാത്തൊരു ഫോളോ ആക്കാൻ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാൻ സ്റ്റോറിയിൽ എൻ്റെ വീട്ടിലത്തെ പാത്രങ്ങളുടെ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുക്കലുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റുമേ. ഇതെല്ലാം ഞാൻ അന്നേരം ഗൾഫിൽ നിന്ന് വാങ്ങിയ, ഐക്യന്നും എല്ലായിടത്തുനിന്നും വാങ്ങിയ പാത്രങ്ങളാണ്. ഈ സ്റ്റീൽ ബൗളും കാര്യങ്ങളെല്ലാം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആമസോൺ നാട്ടിലത്തെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. പിന്നെന്താ, കൊർക്കമാസിൻ്റെത് സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ ഞാൻ ആമസോണിൻ്റെ ലിങ്ക് തന്നെ കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ട്രെൻഡോളിൻ്റെ ലിങ്ക് കൊടുക്കുക. നല്ല പാത്രങ്ങളാണ്, അടുക്കി പിടിക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞാൻ കുറേ നാളെ യൂസ് ചെയ്യാത്ത. അപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിന് കിച്ചണെല്ലാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പാത്രത്തിൽ നിന്ന് കുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഇതാ ഞാൻ ബീഫ് വാങ്ങുമ്പോൾ 2 കിലോ ബീഫ് വാങ്ങലുണ്ട്. എന്നിട്ട് കുറച്ച് ബീഫ് അങ്ങനെ ഓരോരോ ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കും. അതുപോലെ തന്നെ ചിക്കൻ ആയിക്കഴിഞ്ഞാലും ചിക്കൻ അങ്ങനെ വാങ്ങി വെക്കലൊന്നുമില്ല, ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു പറയലാണ്. പിന്നെ ഇതുപോലെ ചിക്കനും കാര്യങ്ങളെല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ടെല്ലാം വെക്കുകയെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ മസാല റെഡിയാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ പിന്നെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം ചെയ്യാൻ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കമൻസ് വന്ന സ്കിൻ കെയർ റുട്ടീനൊന്ന് പറയുമോ. നമുക്ക് ഭയങ്കര സ്കിൻ കെയർ റുട്ടീനൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, ചില ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത് സ്കിൻ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വെളുക്കുക എന്നുള്ള സംഭവമൊന്നും, വെളുക്കുക എന്നുള്ളതല്ല കേട്ടോ, നമ്മുടെ സ്കിൻ ഒന്നുകൂടി ഹെൽത്തി ആക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ജനിക്കുമ്പോൾ ഒരു ടൈപ്പ് സ്കിന്നായിരിക്കും നമുക്ക് ഉണ്ടാവുക. അത് പിന്നെ നമ്മൾ സ്ട്രെസ് കൊണ്ട്, നമ്മൾ വെയിലത്ത് പോയിട്ടും അങ്ങനെ നമ്മളെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് ഡാമേജും കാര്യങ്ങളെല്ലാം വരും നമ്മുടെ സ്കിന്നിന്. അപ്പം അതെല്ലാം ഒന്ന് മാറ്റി നമ്മൾ ആ ഒരു പഴയ സ്കിൻ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു സ്കിന്ന് കൊണ്ടുവരാം എന്നുള്ളതാണ് സ്കിൻ കെയറിൻ്റെ ലക്ഷ്യം. സ്കിൻ കെയറിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന, നമ്മൾ ഫുഡായിട്ട് കൊടുക്കുന്ന ഐറ്റംസാണ്. ഒന്നാമത് നല്ലോണം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജീസും കാര്യങ്ങളും ഫുഡിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. അതാണ് സ്കിൻ കെയറിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യമെന്ന് ഞാനതൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ആദ്യമല്ലേ എൻ്റെ ഒരു ടീനേജ് ആ ഒരു ഏജ് പ്രായത്തിലെല്ലാം എൻ്റെ സ്കിന്ന് നല്ലോണം കെയർ ചെയ്യുന്ന ആളാണ്. പിന്നെ ഞാൻ ഈ ഇടയിൽ ഒരു 2 വർഷം മുന്നേ എങ്ങാനും സ്കിൻ കെയർ വീഡിയോ ചെയ്തേരം ഞാൻ എൻ്റെ ഫാമിലിയിൽ കല്യാണത്തിന് പോയിട്ടുണ്ടായിനെ. അപ്പം എന്നോട് ഒരാൾ ചോദിച്ചിട്ടുള്ള, നീ ഇങ്ങനെ ഇതെല്ലാം തേച്ചിട്ടാണോ നിൻ്റെ കൈ ഇത്ര നിറമെന്ന് ചോദിച്ചിട്ടുണ്ടായിനെ. എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത്, കുറച്ച് പേരെ, എല്ലാവരും അല്ല, സ്കിൻ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറം വെക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല കേട്ടോ. സ്കിൻ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുക, നമ്മളുള്ള സ്കിന്ന് കുറച്ചുകൂടി ഹെൽത്തി ആക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ജനിക്കുമ്പോൾ ഒരു നിറയിരിക്കും ഉണ്ടാവാം, ഒരു നിറം നല്ലത് അല്ല വേറൊരു നിറം മോശം, അങ്ങനെയല്ല. എല്ലാ
കളറും അടിപൊളിയാണ്. അത് ഹെൽത്തി ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല കളറുള്ള ആൾ തന്നെയാണ്. നമ്മളിപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഭയങ്കര വെളുത്ത ആൾക്കാരുണ്ടാവും, എന്താ പറയുക മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാരുണ്ടാവും, അങ്ങനെ പല സ്കിൻ ടോണുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ആ സ്കിൻ ടോണ് ഹെൽത്തി ആയിട്ട് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലർക്ക് പിമ്പിൾസ് ഉണ്ടാവും, ഡാർക്ക് സർക്കിൾസ്, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. അതെല്ലാം വരുമ്പോൾ നമ്മളെ സ്കിന്ന് നമുക്ക് തന്നെ ഒരു മോശമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതെല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. എൻ്റെ ഒരു ടീനേജ് പ്രായത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് നല്ലോണം സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ തൈര് മുഖത്തേക്കും, അതുപോലെ തന്നെ കടലമാവ്, തൈര്, പിന്നെ അരിപ്പൊടി തൈര്, പിന്നെ എന്താ പറയുക ഈ ഒരു തക്കാളി, അതുപോലെ തന്നെ അരിപ്പൊടി തൈര് മിക്സാക്കിയിട്ട്, പിന്നെ ഹണീൻ്റെ കൂടെ തക്കാളിയും പഞ്ചസാരയും മിക്സാക്കിയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും. അങ്ങനെയെല്ലാം ചെയ്യുവേ. എൻ്റെ കാല് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഷാമ്പു ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ അങ്ങനെ കുതിർത്ത് വെക്കലുണ്ട്. കാലങ്ങനെ കെയർ ചെയ്യും. അപ്പോൾ ആ ഒരു പ്രായത്തിലെല്ലാം നമ്മൾ 10th പഠിക്കുന്ന സമയമെല്ലാം നമ്മളിങ്ങനെ ഓളോടുക്കാൻ വേണ്ടിക്ക് സ്കൂളിൽ പോകും. അപ്പോൾ എല്ലാം ഭയങ്കര രസമാണ് കാലെല്ലാം കാണാൻ വേണ്ടിക്ക്. പക്ഷേ പിന്നെ ഞാനിപ്പോൾ യൂട്യൂബും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നല്ല ബിസി ലൈഫായി, ഞാൻ ഉമ്മയായി, അങ്ങനെ ഞാൻ എൻ്റെ സ്കിന്നൊന്നും കെയർ ചെയ്യലേ ഇല്ല, ഒന്നും ചെയ്യില്ല. അതുപോലെ തന്നെ എൻ്റെ സ്കിന്ന് മൊത്തത്തിൽ ഡാമേജ് ആയിട്ടുണ്ടായിന്. ഒന്നാമത് എൻ്റെ ഫേസിൽ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പിഗ്മെൻറ്റേഷനും കാര്യങ്ങളെല്ലാം വന്ന് ഫേസ് മൊത്തത്തിലൊരു ഗ്രേഷ് കളറായിട്ട് മാറിയിട്ടുണ്ടായിന്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ പറയുക കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായി. നമുക്ക് എന്തെങ്കിലും സ്കിന്നിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന റെമഡീസും കാര്യങ്ങളൊന്നും ട്രൈ ആക്കാണ്ട് നമ്മളൊരു നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള സൊല്യൂഷന് അവർ നമുക്ക് പറഞ്ഞു തരും, ക്രീംസും കാര്യങ്ങളും എല്ലാം. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം 2 മാസം ഒരു 6 മാസം ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലംസും മാറും. നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ കണ്ട ഒരാളൊരു ക്രീം തേച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ എല്ലാവരുടെ സ്കിൻ ടൈപ്പിനും അത് പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു സ്കിൻ കെയറും കാര്യങ്ങളും ഷെയർ ആക്കുന്നുണ്ട്. അപ്പം എൻ്റെ സ്കിന്നായിരിക്കില്ല നിങ്ങളെ സ്കിന്ന്. അപ്പോൾ എല്ലാവരുടെ സ്കിന്നും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റണമെന്നില്ല. അപ്പം എന്തായാലും നമ്മൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് എന്ത് പ്രോബ്ലംസ് ആണെന്ന് മനസ്സിലാക്കുക. പിഗ്മെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ പിമ്പിൾസിൻ്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹെയർ ഫോൾ ആണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നല്ല ട്രീറ്റ്മെൻറ്റ് ഇപ്പം അവൈലബിൾ ആണ്. അപ്പം അതിൻ്റേതായ നമുക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ യൂട്യൂബിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കാണുന്ന റെമഡീസും കാര്യങ്ങളും സ്കിൻ കെയറും കാര്യങ്ങളും വാരിപ്പുരട്ടാണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തായാലും എടുക്കാൻ ശ്രദ്ധിക്കുക. ബാക്കി ഞാൻ പറയാട്ടോ. പിന്നില്ലേ ഞാനിപ്പം ബീഫ് കറിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിന്. ചെറിയ ഉള്ളി മീൻസ് ഒരു മീഡിയം സൈസിൽ ഉള്ളി കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഉലുവ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഞാനൊരു 5 പച്ചമുളക് എടുക്കുക. തേങ്ങക്കറിയെല്ലാം ആകുമ്പോൾ അങ്ങനെ ഒരു ബൾബ് വെളുത്തുള്ളി, 3-4 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, ഒരു 5-6 പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ബീഫ് കറി ഉണ്ടാക്കിയിട്ട് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയാണ്. അപ്പത്തിൻ്റെ കൂടെ, അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ അടിപൊളിയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ 5-6 തക്കാളി എടുക്കലുണ്ട്. കാര്യം ബീഫ് കറി തേങ്ങക്കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ തക്കാളി ഞാൻ കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ പറയലുണ്ട് എന്തിനാ ഇത്ര തക്കാളി പുളി അധികം ആവില്ല എന്നെല്ലാം. ഇല്ല കേട്ടോ, നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നില്ലെങ്കിൽ പുളി അധികം ആവില്ല. പിന്നെ ഉള്ളി കുറക്കുകയാണെന്നുണ്ടെങ്കിലും. പിന്നെ ഈ തക്കാളിയെല്ലാം സ്കിന്നിന് നല്ലതായിട്ടുള്ള ഐറ്റംസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫ്രൂട്ട്സും വെജീസും കട്ട് ചെയ്തിട്ട് കഴിക്കാൻ മാത്രമല്ല, നമ്മൾ ഇങ്ങനെ കറികൾ ഉണ്ടാക്കുമ്പോൾ എല്ലാം കുറച്ചുകൂടി വെജീസ് ഇപ്പം തക്കാളിയെല്ലാം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളിയിലെല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മളെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 ടേബിൾ സ്പൂണോളം മല്ലി മിക്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പം ഒരു 1.5 ടേബിൾ സ്പൂണും മല്ലിപ്പൊടിക്ക് 1.5 ടേബിൾ സ്പൂണും മുളക് പൊടി എന്ന അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. അതിൻ്റെ ഒരു സ്മെല്ല് മാറി നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ടില്ലേ ഇതിലേക്ക് ബീഫും കൂടി കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ച ബീഫും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് വലിയ പീസ് ബീഫ് ഇട്ട് കൊടുക്കലുണ്ട്. കാര്യം അത് ഫ്രൈ ആക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 1 കിലോനൊന്നും ഉണ്ടാവില്ല, ഒരു 3/4 കിലോ ബീഫാണ്. ഞാൻ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിനി. അങ്ങനെ
അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ബീഫ് വെറുതെ സെപ്പറേറ്റ് വേവിച്ചിട്ടൊന്നും കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബീഫ് ബിരിയാണി വെക്കുമ്പോൾ ആയാലും മന്തി എന്താണെന്നുണ്ടെങ്കിൽ ബീഫ് ഇങ്ങനെ കുക്കാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവാം. ഇതൊരു 8 വിസിൽ വരെ വേവിച്ചെടുക്കാറുണ്ട്. എനിക്കും മോനും പുറത്ത് കളിക്കുന്നത് അങ്ങനെ തന്നെ നോക്കലാണ്. പിന്നില്ലേ വെക്കേഷൻ ആയാലും പിന്നെ നമ്മളെ മക്കളെ പിടിച്ചാൽ കിട്ടൂല എന്ന് പറയും. കളിയും ബഹളം എല്ലാം ആയിട്ട് എന്താ പറയുക അവരവരുടേതായ ലോകത്തായിരിക്കും അവർ കളിച്ച് തന്നെ വളരണം. എന്നാലില്ലേ അവധിക്കാലത്ത് അക്കാദമിക് വിഷയങ്ങളുടെ ഒരു പ്രഷർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾക്ക് റൈറ്റിങ്, റീഡിങ്, കമ്മ്യൂണിക്കേഷൻ പോലുള്ള ബേസിക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടൈമാണ്. അതിന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും മികച്ചതാവുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് മേഖലയിൽ പോകുന്നുണ്ടെങ്കിലേ നമ്മളെ കുട്ടികൾക്ക് കൂടെ ഉണ്ടെങ്കിലേ അഡ്വാൻറ്റേജ് ഇരട്ടിയാവും. ഇത് കൂടാണ്ട് കുട്ടികളുടെ ബേസിക് ആയിട്ടുള്ള എഴുത്ത്, വായന മെച്ചപ്പെടുത്താനുള്ള കാര്യമായാലും പിന്നെ കുട്ടികൾക്ക് ഇനി നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ്, സ്കൂളിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടികളുടെ അക്കാദമിക് തലത്തിലുള്ള നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക അക്കാദമിക് തലത്തിലുള്ള നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിക്ക് നമ്മളെ ആൽബിഡോ പ്രത്യേകം തയ്യാറാക്കിയ പ്രോഗ്രാമുകൾ നിങ്ങളെ സഹായിക്കും കേട്ടോ. ദിവസവും ചുരുങ്ങിയ സമയം മാത്രം മാറ്റി വെച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ആയിരിക്കും ആൽബിഡോ നിങ്ങളെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ മികച്ച റിസൾട്ട് ഉണ്ടാക്കി തരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ആൽബിഡോ. 25 രാജ്യങ്ങളിലധികമുള്ള കുട്ടികൾക്ക് ഇവർക്ക് അതിന് 7 വർഷമായിട്ട് വിദ്യാഭ്യാസം കൊടുത്തു വരുന്നുണ്ട് കേട്ടോ. കൂടാണ്ട് അടുത്ത അധ്യയന വർഷത്തിൽ 8th, 9th, 10th സ്റ്റേറ്റ് CBSE പഠിക്കുന്ന കുട്ടികൾക്കില്ലേ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലും ഒരു ക്ലാസ്സിൽ കുറഞ്ഞ കുട്ടികളെ ഇരുത്തി വെച്ചിട്ടുള്ള ബാച്ച് പ്രോഗ്രാം അടക്കം ആൽബിഡോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കില്ലേ ഇപ്പം തന്നെ ഇപ്പം തന്നെ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തതിനാൽ അവർക്ക് മെൻ്റൽ സ്ട്രെസ്സും ടൈം മാനേജ്മെൻറ്റും ഈസി ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സാധാരണ ട്യൂഷൻ സെൻറ്റർ പോലെയൊന്നും അല്ല കേട്ടോ. കുട്ടികളുടെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ടാണ് അവർ ക്ലാസ്സുകൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠനവും കളിയും എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയും. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ആൽബിഡോയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓൺലൈൻ കിൻഡർ ഗാർഡൻ പ്രോഗ്രാമും അവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനെല്ലാം കിൻഡർ ഗാർഡൻ പ്രോഗ്രാമെല്ലാം നടക്കുമെന്ന് ചില പാരൻസ് എന്നോട് ഡൗട്ട് ചോദിക്കലുണ്ട്. ഒരു കാർട്ടൂൺ കാണുന്ന ലാഘവത്തോടെ ആയിരിക്കും കേട്ടോ കുട്ടികൾക്ക് അവർ ക്ലാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല ആക്റ്റീവായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമായില്ല. കൂടുതൽ അറിയാൻ വേണ്ടിക്കില്ലേ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ അവരെ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്ക്. ഇന്ന് തന്നെ വിളിച്ച് നോക്ക്. ഒന്നും നാളത്തേക്ക് മാറ്റി വെക്കണ്ട. ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുക. പിന്നെ എക്സ്ട്രാ ഓഫർ കിട്ടാൻ വേണ്ടിക്ക് എൻ്റെ കോഡായ YT002 യൂസ് ചെയ്യാം കേട്ടോ. മനസ്സിലാകുന്നില്ല, ക്ലാസ്സൊക്കെ മനസ്സിലാകുന്നുണ്ട്. ടീച്ചേഴ്സൊക്കെ ഫ്രണ്ട്ലിയാണോ? ഫ്രണ്ട്ലിയാ? എങ്ങനെയാണ്? അടിപൊളി തന്നെയാണ്. ബേസിക് ഇംഗ്ലീഷൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ടീച്ചർ ക്ലാസ് എടുക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അടിപൊളിയാണ്. അടിപൊളി ഇഷ്ടപ്പെട്ടാ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? കണ്ടിന്യൂ ചെയ്യണം. ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ. എൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണല്ലേ? അടിപൊളിയാണല്ലേ? ഓക്കെ അല്ലേ? ഇതന്നല്ലേ? ഞാനില്ലേ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ചോദിച്ചതാണ് എന്നോട് ആൽബിഡോൻ്റെ ട്യൂഷനെ കുറിച്ചിട്ട്. അപ്പം നിങ്ങളെ കുട്ടികൾക്കും ആ ട്യൂഷനെല്ലാം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വൈകിക്കണ്ട, ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്തോ. എന്തും നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കുന്നതിലും നല്ലത് ഇപ്പം ചെയ്യലാന്ന്. കാര്യമില്ലേ നാളെ നമ്മളെന്തായാലും മറന്നു, നാളത്തേക്ക് മാറ്റി വെച്ച ഒരു കാര്യം നമ്മൾ പിന്നെ ചെയ്യുകയും ചെയ്യില്ല. അപ്പം എന്തായാലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോഴേക്കും എൻ്റെ പാത്രങ്ങളെല്ലാം ഞാൻ അതിൻ്റെ ഇടയിൽ കഴുകി വെക്കുന്നുണ്ട്. ഈ ബേസിനിൽ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒരു വെള്ള കളറ് വരുവേ. അത് ഞാൻ ലാസ്റ്റ് സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് ഉരച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കലാണ്. പിന്നെ കൗണ്ടർ ടോപ്പ് നാനോ വെയിറ്റ് ആണോ കോഡ്സ് ആണോ നല്ലത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അത് രണ്ടിനെക്കാട്ടിയും ഇപ്പം നല്ലത് ടൈലാണ് കേട്ടോ. ഇപ്പം കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന ടൈപ്പ് നല്ല ക്വാളിറ്റിയുള്ള ടൈല് വരുന്നുണ്ട്. ഉമ്മാൻ്റെ വീട്ടിലെല്ലാം ആ ഒരു ടൈപ്പ് ടൈലാണ് വെച്ചിട്ടുള്ളത്. ഈ നാനോ വെയിറ്റ് ആയാലും കോഡ്സ് ആയിക്കഴിഞ്ഞാലും നല്ല കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. നാനോ വെയിറ്റിന് നല്ല കംപ്ലയിൻറ്റ് ഉണ്ട്. കോഡ്സിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ
ഇപ്പം അടുപ്പിൻ്റെ അടുത്തെല്ലാം വെക്കുകയെന്നുണ്ടെങ്കിൽ ഈ പാനെല്ലാം കുറച്ച് മുട്ടിയിട്ടെല്ലാം പോയെന്നുണ്ടെങ്കിൽ അത് ഉരുകി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിനെ. അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ വീട്ടിൽ നമ്മൾ മാറ്റി ചിന്തിച്ചിട്ടുണ്ട്. കാര്യം ഉമ്മാൻ്റെ വീട്ടിൽ നമ്മൾ ടൈലാന്ന് വെച്ചാൽ, പിന്നെ എൻ്റെ പുറത്തെ കിച്ചണിലും ഞാൻ ടൈൽ തന്നെയാണെന്ന് വെച്ചാൽ നല്ല തിക്നെസ്സുള്ള നല്ല ക്വാളിറ്റി ഉള്ള ടൈൽ ഇപ്പം അവൈലബിൾ ആണ്. ഇപ്പോൾ പുതിയ വീടെല്ലാം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും ചൂസ് ചെയ്യാണ്ട്, ഇതിപ്പം കോഡ്സാണ് വെച്ചിട്ടുള്ളത്. ഇതിപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറൊന്ന് അതിൻ്റെ അരിവത്തൊന്ന് മുട്ടിയിട്ട് കുറേ സമയം ആവുകയെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക ഉരുകിപ്പോകുന്ന ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ കുറേ വർഷമായില്ലേ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടിൻ്റെ കംപ്ലയിൻറ്റ് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഉമ്മാൻ്റെ വീട്ടിൽ നമ്മൾ മാറ്റിയിട്ട് ടൈലാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ എന്താ പറയുക ചോറെല്ലാം വറുത്തെടുക്കലാണ്. ഇത് ഞാൻ പറയാൻ കാരണമില്ലേ, ഉമ്മനെ വിളിച്ചിട്ട് എൻ്റെ പഴയ വീട്ടിലെ അയൽവാസിയിൽ ചോദിച്ചിട്ടുണ്ടായിനി. അപ്പം ഉമ്മ മാറിയിട്ടാന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിനി, ഞാൻ പോയിട്ട് എന്നെങ്ങാനും അന്ന് പറഞ്ഞു പോയിട്ടുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പം അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഞാൻ പറഞ്ഞ. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്. ടൈൽ തന്നെയാണ് കേട്ടോ, ഞാൻ എൻ്റെ പുറത്തെ കിച്ചണിലും വെച്ച് ഇപ്പം ഉമ്മാൻ്റെ വീട്ടിലും ടൈൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ എന്നോട് തേങ്ങ ഒട്ടിക്കുമ്പോൾ എപ്പോഴും പറയും വെള്ളം കളയല്ലാന്ന്. നമുക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവില്ല, അങ്ങനെ വെള്ളം കുടിക്കാനും തോന്നില്ല. പിന്നെ ഞാൻ എന്തായാലും കുടിച്ചിട്ടുണ്ട്, പക്ഷെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ പണീൻ്റെ ഇടയിൽ ചിലർക്ക് ഇങ്ങനെ പണിയെല്ലാം എടുക്കുമ്പോൾ ഫുഡ് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു കൊടുക്കാൻ തോന്നൂലേ, അങ്ങനെ തോന്നൂല. എല്ലാ പണിയും തീർന്ന് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് മാത്രമേ എന്തെങ്കിലും ഞാൻ കഴിക്കൂ. അതാണ് ഞാൻ ഈ തേങ്ങ വെള്ളം ഇടയ്ക്ക് കളയുന്നത്. അങ്ങനെ അപ്പോൾ ഇതാ തേങ്ങ എല്ലാം ചിരകി എടുക്കലാണ്. ഇപ്പം തേങ്ങ എനിക്ക് വേണ്ടത് ഒന്ന് കറിയിലേക്ക് വേണം, ഒരു ഫുൾ തേങ്ങ വേണം. പിന്നെ വറവിലേക്ക് വേണം, തോരനിലേക്ക് വേണം, പിന്നെ ആ ഒരു സലാഡിലേക്കും വേണം. ഇപ്പം കറിയിലേക്കുള്ള ഒരു തേങ്ങയും വലിയ ജീരകം, പെരുംജീരകവും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കറിയെല്ലാം റെഡിയായി ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് വെച്ചിട്ട് തേങ്ങ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കില്ല, ഞാൻ ആ തേങ്ങ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ ചിക്കന് എന്താ പറയുക ബീഫ് ഫ്രൈ ആക്കാനുണ്ട്, അതെല്ലാം ഞാൻ ജിമ്മിനെല്ലാം പോയിട്ട് വന്നിട്ടാണ് ചെയ്യുക. ഇപ്പം സ്കിൻ കെയറിൻ്റെ കാര്യത്തിലേക്ക് വരാം. ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, സ്കിൻ കെയറിനൊന്നും ടൈമില്ല, ആര് കാണാനാ, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം. അപ്പം ഇല്ലേ അതേ ചിന്താഗതി തന്നെയാണ് കേട്ടോ അങ്കും ഉണ്ടായിട്ടുള്ളത്. ആദ്യമല്ലേ ഞാൻ എൻ്റെ കല്യാണമെല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, വീട് ക്ലീൻ ചെയ്യുക, മൊത്തം പണിയും നമ്മളെ തലയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആ സമയത്തില്ലേ നമ്മളെ സ്കിന്ന് ഡാമേജ് ആവും. അതുപോലെ തന്നെ നമ്മളെ ഹെയർ പോകുന്നത് നമ്മളറിയില്ല. നമ്മൾ നല്ല ഹെയറുള്ള ആൾക്കാരായിരിക്കും, നല്ല ഭംഗിയുള്ള ആൾക്കാരായിരിക്കും. കല്യാണം കഴിഞ്ഞ് കുട്ടികളെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മളെ രൂപം തന്നെ നമുക്ക് കണ്ണാട നോക്കാൻ പോലും ഒരു സമയമില്ലാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ. എനിക്കാണെന്നുണ്ടെങ്കിലല്ലേ വീട്ടുജോലിക്ക് ഒരാളെ വെക്കലും ഇഷ്ടമല്ല. കാര്യം കോസീഡിൻ്റെ പ്രശ്നമുണ്ട്. അവരിപ്പോൾ ഒന്ന് തുടച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അവർ പോയ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യും, ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഞാനും ഒന്ന് തുടക്കും. എന്നാൽ മാത്രം അത് എനിക്ക് ഏറ്റവും എൻ്റെ മോശം സ്വഭാവമാണ്. അപ്പോൾ ഇല്ല എനിക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മൾ തന്നെ എല്ലാ പണികളും ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മൾ വിധിച്ചു കൊടുക്കുക പണികൾ. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ട പണികൾ കുട്ടികൾക്ക് കൊടുക്കുക, ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ നമുക്ക് വീട്ടുജോലിക്ക് ആളെ വെക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയും കാര്യങ്ങളൊന്നും ഇല്ല, പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന് ആൾക്കാരെ ഏൽപ്പിക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ നമ്മൾ ഒരുപാട് ടൈം സേവിക്കാൻ പറ്റും. നമ്മളെ സ്കിൻ കെയറിനും നമ്മളെ ഹെൽത്ത് കെയർ ചെയ്യാനും നമുക്ക് ടൈം കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളും ഞാൻ ഷെയർ ആക്കാം. ഇതിപ്പില്ലേ ഞാൻ കുറേ അധികം എന്നോട് ചോദിക്കലുണ്ട് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. കാര്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഞാൻ ക്ലിനിക്കിൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുക. മാർക്കറ്റിൽ അത്യാവശ്യം നല്ല പ്രൈസുള്ള ഐറ്റംസാണ് ഇതെല്ലാം. എന്താ പറയുക 8,000 10,000 ആ ഒരു റേഞ്ചിൽ വരുന്ന ഐറ്റംസാണ്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യാൻ കാര്യം എൻ്റെ ചെറുതിൽ ഒരു ടീനേജ് കാര്യം കല്യാണമെല്ലാം കഴിഞ്ഞ് ഞാനൊരു 8 വർഷം നല്ല സ്ട്രെസ്സായിട്ട് ജീവിച്ച ഒരാളാണ്. ആ ഒരു സമയത്തിൽ എൻ്റെ സ്കിന്ന് മൊത്തത്തിൽ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളെല്ലാം വന്ന് നല്ല ഡാർക്കായിട്ടുണ്ടായിന്. ഡാർക്ക് മീൻസ് ഒരു ഗ്രേയിഷ് കളറായിട്ടുണ്ടായിന്. അപ്പോൾ എന്നോട് അന്നേരം ഞാൻ ഗൾഫിൽ ഉപ്പാക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ എയർപോർട്ട് ഫ്രീ സോണിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തരാൻ എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്ന കുറച്ച് പ്രൊഡക്റ്റാണ് ഇതെല്ലാം. ഇത് ഫുള്ളല്ല ക്ലിനിക്കിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ അതിനുശേഷം ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുക. എൻ്റെ സ്കിന്നിന് നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിന്. കാര്യം അത്യാവശ്യം നല്ല നിറമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ സ്കിന്നാണെന്നുണ്ടെങ്കിലും ഫേസ് മൊത്തം ഡാർക്ക് കളർ അടിച്ചിട്ടുണ്ടായിന്. ഡാർക്ക് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്രേ കളർ.
അപ്പം ഒരു നിറം നല്ലതൊരു നിറം മോശം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മളെ സ്കിന്ന് ഒരു പിഗ്മെൻറ്റേഷനും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഒരു മോശമായിട്ട് ഫീൽ ചെയ്യും. ഇപ്പം പിമ്പിൾസ് കാര്യങ്ങൾ വരുമ്പം എല്ലാം. അപ്പം ഞാനതാണ് യൂസ് ചെയ്യൽ. എന്നോട് കുറേ നാളായി എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത മുതൽ എന്നോട് ചോദിക്കലുണ്ട് സ്കിൻ കെയറും കാര്യങ്ങളും ഏതാ നല്ലത്, ഏതാ പ്രോഡക്റ്റ് നല്ലത്. അപ്പം ഞാനീ പറയാത്ത കാരണം എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നിതാ വൈറ്റമിൻ ഡിൻ്റെ ടാബ്ലറ്റ്സ് ഞാൻ എടുക്കലുണ്ട്. അതും ഉപ്പ അവിടുന്ന് കൊണ്ടുവരുന്നത് തന്നെയാണ്. ഉപ്പാക്ക് അവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഇപ്പം അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. വൈറ്റമിൻ സിൻ്റെ ടാബ്ലറ്റ്സും കാര്യങ്ങളും വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കുടിക്കുന്ന ആ ഒരു ഐറ്റംസ് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അന്നേരം നമ്മൾ യൂസ് ചെയ്യലുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകം പറയാൻ കാരണം എന്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അത് നിങ്ങളെ ഹെൽത്തിന് ഓക്കെ ആണോ സ്കിന്നിന് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് മാത്രം. ഇപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ ക്ലിനിക്കിൻ്റെ പ്രൊഡക്റ്റ് കാണിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് യൂസ് ചെയ്യാണ്ട. കാര്യം എല്ലാവരുടെ സ്കിന്നിനും അത് പറ്റണമെന്നില്ല. അങ്ങനെ അപ്പം എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളാണ് ഞാൻ ഷെയർ ആക്കിയത്. അപ്പം ഞാനിങ്ങനത്തെ പ്രൊഡക്റ്റ് ഒന്നും കാണിക്കാത്തത് ചിലർ പറയലുണ്ട് സ്കിൻ കെയർ ചെയ്യാത്തതുകൊണ്ടാണോ അല്ല തനി നാടൻ വീട്ടമ്മ ആയതുകൊണ്ടാണോ മേക്കപ്പ് പ്രൊഡക്റ്റ് ഒന്നും അറിയാത്തതുകൊണ്ടാണോ. അല്ല, ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണെന്നും ഏറ്റവും നല്ല എല്ലാ ഐറ്റംസും എനിക്കറിയാം. പക്ഷേ ഇല്ലേ ഞാൻ ചെയ്യാത്തതിന് കാര്യം അതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതന്നെ ഞങ്ങൾക്ക് നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ ഒരു കാര്യം ഷെയർ ആക്കി കഴിഞ്ഞാൽ ചിലരെങ്കിലും അതന്നെ ഞങ്ങൾക്ക് വേണമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർ വിചാരിക്കും ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന്. അങ്ങനെയല്ല, നമ്മൾ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ട് ഓരോ പ്രൊഡക്റ്റും ചിലർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, ചിലർക്ക് അത് ചെറിയ പ്രൈസ് ആയിരിക്കും അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും ഷെയർ ആക്കാത്തത്. അല്ലാണ്ട് നമുക്ക് സ്കിൻ കെയറിനെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ടോ ഒന്നുമല്ല. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് സ്കിൻ കെയർ ആയാലും മേക്കപ്പിൻ്റെതായാലും എല്ലാ ബെസ്റ്റ് പ്രോഡക്റ്റും അറിയാം, വീട്ടിലുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ചാനലിൽ കാണുന്നത് കുറേ കുട്ടികൾ കാണുന്നുണ്ട്, വീട്ടമ്മമാർ കാണുന്നുണ്ട്, പല ടൈപ്പിലുള്ള പല ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അധികം ഷെയർ ആക്കാത്തത്. പിന്നെ ഇപ്പം ഞാൻ ഷെയർ ആക്കിയതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം എല്ലാവരും സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ആൾക്കാരാണ്. എൻ്റെ ഈ വീഡിയോസിൽ ഭൂരിഭാഗം ആൾക്കാരും അന്ന് ഞാനിപ്പോൾ ഒരു 4 വർഷം മുന്നേ വീഡിയോ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലല്ല ഇപ്പം എൻ്റെ വ്യൂവേഴ്സ് ഉള്ളത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സ്കിൻ കെയറിനെ പറ്റിയിട്ടും എല്ലാം മനസ്സിലാക്കാനും കൂടുതൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പം എന്തായാലും വാങ്ങുന്നവർ വാങ്ങിക്കോട്ടെ, ഇല്ലാത്തവർ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ആക്കിയത്. എന്ന് വിചാരിച്ചിട്ട് ഈ ക്ലിനിക്കിൻ്റെ പ്രൊഡക്റ്റ് തന്നെ ഭയങ്കര അടിപൊളിയാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാനിത് പണ്ട് മുതലേ ചെറുതിൽ എൻ്റെ ഒരു ടീനേജെല്ലാം കഴിഞ്ഞ എൻ്റെ ഒരു പ്രായത്തിൽ എൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം വന്നേരം യൂസ് ചെയ്യാൻ തുടങ്ങിയ ഐറ്റംസാണ്. മോയ്സ്ചറൈസർ ഉണ്ട്, പിന്നെ ആ ഒരു പിഗ്മെൻറ്റേഷൻ പോകാനുള്ള ഒരു ബ്രൈറ്റനിങ് ക്രീമുണ്ട്, അങ്ങനെ. പിന്നെ ഫേസ് വാഷും കാര്യങ്ങളും. ഫേസ് വാഷ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും എനിക്ക് എപ്പോഴും ഫേസ് വാഷ് ഇഷ്ടം ഹിമാലയൻ്റെ ആ ഒരു ആപ്രിക്കോട്ടിൻ്റെ ഫ്ലേവർ വരുന്നില്ല, ആപ്രിക്കോട്ടിൻ്റെ ഫേസ് വാഷില്ലേ, അതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കൽ. ഹിമാലയൻ്റെ തന്നെ സ്ക്രബുമാണ് ഞാൻ യൂസ് ചെയ്യൽ. ആഴ്ചയിലൊരിക്കൽ ഞാൻ സ്ക്രബ് ചെയ്യും, ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ സ്ക്രബ് ചെയ്യും. അതും ഹിമാലയൻ്റെ തന്നെയാണ് കേട്ടോ. ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഷെയർ ആക്കാം. ഞാനിതൊരു ബ്രാൻഡ് പ്രൊമോഷനും കാര്യങ്ങളായിട്ട് ചെയ്യുന്നതല്ല, ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ് ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ആക്കി തന്നതാണ്. പിന്നെ പെർഫ്യൂമിൻ്റെ കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിക്ടോറിയ സീക്രട്ടാണ് എൻ്റെ ലോകത്ത് എന്ത് പെർഫ്യൂംസ് എന്ത് ഉണ്ടെങ്കിലും എനിക്ക് ഇഷ്ടം വിക്ടോറിയ സീക്രട്ടിൻ്റെ തന്നെയാണ്. പിന്നെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ആ ഒരു ക്രീമും ബോഡി വാഷും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഒന്ന് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്, നല്ല അടിപൊളിയാണ്. അങ്ങനെ അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ സ്കിൻ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിൻ ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിക്ക്. അതിപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നില്ല, നിങ്ങളെ അറിയത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കാണാം. നിങ്ങളെ സ്കിന്നിന് എന്താണോ പ്രോബ്ലം ഉള്ളത് ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അവർ പറഞ്ഞുതരും. അതുപോലെ നമ്മൾ ഒരു 2-3 മാസം, ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മളെ സ്കിൻ ഇമ്പ്രൂവ് ആവണമെന്നില്ല. ഒരു 2-3 മാസം നമ്മൾ അവർ പറയുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ
നമ്മളെ സ്കിന്ന് അടിപൊളിയായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ഹെയർ കെയറിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുക ഇൻഷാ അല്ലാ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ മൊത്തത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഞാനിപ്പോൾ കാണിച്ച പ്രോഡക്റ്റ് ഒന്നും നിങ്ങളെ സ്കിന്നിന് മാച്ച് ചെയ്യണമെന്നില്ല. അപ്പം നിങ്ങളെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങളെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു വീഡിയോയിൽ കണ്ട്, ഇൻസ്റ്റയിൽ കണ്ട്, യൂട്യൂബിൽ കണ്ട് ഒരാൾക്ക് അതിൽ റിസൾട്ട് ഉണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മളെ സ്കിന്നിൻ്റെ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. നമ്മൾ ആര് കാണാനാണെന്നല്ല ചിന്തിക്കേണ്ടി, നമ്മൾ സെൽഫ് ലവ് ചെയ്യുക. നമ്മളെ ലവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കും. അത് മനസ്സിലാക്കുക. നമ്മൾ ഈ ഭൂമിയിൽ അടുക്കളയിൽ മാത്രം ജീവിക്കാനുള്ള ഒരു മെറ്റീരിയലായിട്ട് വന്നതൊന്നല്ല. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നമ്മളെ കഴിവിലും നമുക്ക് പഠിച്ചോൻ തന്ന രൂപവും എല്ലാം നമ്മൾ സ്നേഹിക്കുക, അത് കെയർ ചെയ്യുക. അത് പഠിച്ചവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമൊന്ന് വൃത്തിയായിട്ട് നടക്കുക. നമ്മളെ വീടും പരിസരവും മാത്രമല്ല, നമ്മൾ ബോഡിയും കൂടി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമ്മളെ ഹെയർ ആണെന്നുണ്ടെങ്കിലും നമ്മളെ ബോഡി, നമ്മുടെ സ്കിന്നാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അങ്ങനെ അപ്പം എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളും ഇത്ര തന്നെയാണ്. ഇൻഷാ അല്ലാ വീഡിയോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഹെയർ കെയർ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ കാലുകളെ സംരക്ഷണത്തിലുള്ള ടിപ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ആക്കാം കേട്ടോ. അതെല്ലാം ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പം ഞാൻ ആദ്യം ചെയ്യലുണ്ട്, പിന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിന്. ഇപ്പം വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മളെ ലൈഫിനെ കൊണ്ട് ഒരർത്ഥമില്ലാത്ത പോലെയല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ ജിമ്മിനെല്ലാം പോയിട്ട് വന്നിട്ട് ഞാൻ കറിയും കാര്യങ്ങളും എല്ലാം തേങ്ങാപ്പാൽ ഒഴിച്ച് എന്താ പറയുക ബീഫ് കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്ത് സലാഡ് റെഡിയാക്കി. പിന്നെ ആ ഒരു പയറ് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും എന്താ പറയുക വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിന്. 6-7 വിസിൽ വരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, എന്നിട്ട് അതിലേക്ക് കടുകും വറ്റൽമുളകും കാര്യങ്ങളെല്ലാം കാച്ചി വെച്ചിട്ടുണ്ടായിന്. അപ്പം എന്താ പറയുക ജിമ്മിനെല്ലാം പോയിട്ട് വന്നിട്ട് കുളിച്ച് ഫ്രഷായി ചോറ് വയ്ക്കലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.